ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 5x മൈനസ് 2 ഡിവൈഡഡ് ബൈ, ഇങ്ങനെ ഓർഡർ മാറ്റിയാലും കുഴപ്പമില്ലല്ലോ, 3x² പ്ലസ് 2x പ്ലസ് 1 dx. ഇതാണ് ക്വസ്റ്റ്യൻ. താഴത്തുനിന്ന് ഓർഡർ മാറ്റിയെന്നുള്ളൂ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഓർഡറിൽ എഴുതിയെന്ന് മാത്രം. അത് എഴുതിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. 5x മൈനസ് 2 ഡിവൈഡ് ബൈ 3x² പ്ലസ് 2x പ്ലസ് 1. ഇവിടെ ശ്രദ്ധിക്കണം, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൂടാതെ എക്സിൻ്റെ ഒരു ടേമും കൂടിയും വന്നിട്ടുണ്ട്, dx അല്ലേ. എക്സിൻ്റെ ടേം വിത്ത് dx വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൂടാതെ എക്സിൻ്റെ ഒരു എക്സ്ട്രാ വേറെ ഒരു ടേമും കൂടിയും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഓർമ്മയുണ്ടോ? ആ എക്സിൻ്റെ ടേമിനെ ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യും? ശ്രദ്ധിക്കണം, ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അതേപോലെ തന്നെ നിർത്തണം, അത് അഡ്ജസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ആ പി എക്സ് പ്ലസ് ക്യൂ, അതായത് എക്സിൻ്റെ ടേമിലുള്ള ആ എക്സ്പ്രഷനെ ചേഞ്ച് ചെയ്യണം. നമ്മൾ 5x മൈനസ് 2 എഴുതുന്നതിന് പകരം, സ്റ്റാർട്ടിങ്ങിൽ 5x മൈനസ് 2 എഴുതുന്നതിന് പകരം ആ ക്വാഡ്രാറ്റിക്കിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നു. എന്നിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് 5x മൈനസ് 2 ആക്കുന്നു. അപ്പോൾ ഇത് എഴുതുന്നതിന് പകരം നമ്മൾ ക്വാഡ്രാറ്റിക്കിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. 3x² ഡെറിവേറ്റീവ് 3 × 2x 6x പ്ലസ് 2x ഡെറിവേറ്റീവ് 2 ആണ്. 1 0 ആയി. അപ്പോൾ 5x മൈനസ് 2 എഴുതുന്നതിന് പകരം നമ്മൾ എന്താ എഴുതുന്നത്? ക്വാഡ്രാറ്റിക്കിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. ഇനി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് 5x മൈനസ് 2 ആക്കണം. നമുക്ക് വേണ്ടത് 5x ആണ് അല്ലേ, പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് 6x ആണ്. 6xനെ 5x ആക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. 6നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഞാൻ എഴുതി കാണിച്ചു തരാം. 6നെ ഒരു 5/6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. നോക്ക്, ഇവിടെ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. 6 × 5/6 ചെയ്യുമ്പോഴല്ലേ 6ഉം 6ഉം വെട്ടിപ്പോയിട്ട് 5x കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഡെറിവേറ്റീവ് എഴുതുള്ളൂ, എന്നിട്ട് അതിനെ നമ്മൾ നോക്കാം എക്സിൻ്റെ ടേം ശരിയാക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6xനെ 5/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം 6ഉം വെട്ടിപ്പോയിട്ട് 5x കിട്ടുന്നുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തോ. -2 എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റും കിട്ടുകയും വേണം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ ടേം ശരിയായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/6 × 2 വരുന്നുണ്ട്. 5 × 2 10, 10/6 വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ 10/6 വരുന്നുണ്ട്. നമുക്ക് ആ 10/6 വേണ്ട, വെട്ടിപ്പോകാൻ വേണ്ടി -10/6 എഴുതി ചേർത്തു. അപ്പോൾ 10 + 10/6 -10/6 കൂടി ക്യാൻസലായി പോയി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആളെ എഴുതാം. -2 ആണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ കോൺസ്റ്റൻറ്റുകളൊന്നും ഇല്ലാതിരിക്കുക, എന്നിട്ട് ആവശ്യമുള്ള നമ്പർ എടുത്ത് എഴുതാം. ഇങ്ങനെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് ഒന്നുകൂടി 5/6 × 6x + 2. ഇതെന്താ? -10/6 -2 അതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയാൽ മതിയല്ലോ അല്ലേ. -10/6 എന്ന് പറയുമ്പോൾ 5/3 ആണ്. വെട്ടിച്ചെറുതാക്കിയിട്ടെ -2 -11/3 കിട്ടും അല്ലേ. അതെ, ഇത് രണ്ടും ചെയ്യുമ്പോൾ -11/3 ഓൾ ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 2x പ്ലസ് 1 എന്ന് കിട്ടും. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണിത്. ഇനി നമ്മളിത് രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5/6 × 6x + 2 ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 2x പ്ലസ് 1 മൈനസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ 11/3 ബൈ 3x² പ്ലസ് 2x പ്ലസ് 1 dx. ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് മനസ്സിലായോ? നോക്കിയേ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ മൈനസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ, അങ്ങനെ രണ്ടെണ്ണം ആക്കാൻ പറ്റുമല്ലോ. രണ്ട് ഇൻ്റഗ്രലാക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ ആ 5/6 പുറത്തിട്ടാലും കുഴപ്പമില്ലല്ലോ.
5/6 6x plus 2 by denominator minus 11/3 by denominator. 11/3 പുറത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, കോൺസ്റ്റൻ്റ് അല്ലേ. 11/3 by 3x² plus 2x plus 1 dx. രണ്ട് ഇൻ്റഗ്രലാക്കി മാറ്റി. ആദ്യത്തത് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യത്തതെന്ന് പറഞ്ഞാൽ 5/6 ഇൻറ്റു, ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ലോഗ് ഡിനോമിനേറ്റർ എന്നാണ് എഴുതേണ്ടത്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണെങ്കിൽ ലോഗ് ഡിനോമിനേറ്റർ. അങ്ങനെയായിരിക്കും. 3x² 6x 2x × 2. അപ്പോൾ ആദ്യത്തത് പെട്ടെന്ന് കിട്ടി. ലോഗ് ഡിനോമിനേറ്റർ ലോഗ് 3x² plus 2x plus 1. അടുത്തത് -11/3 ഇൻറ്റു ഇൻ്റഗ്രൽ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമുള്ളൊരു ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ x² വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ 3x² എന്നാണ് സ്റ്റാർട്ടിങ്. നമുക്കൊരു കാര്യം ചെയ്യാം, 3 പുറത്തോട്ട് എടുത്താലോ? ഞാൻ കാണിച്ചു തരാം. 3 പുറത്തോട്ട് എടുത്തു. 3x² നിന്ന് 3 പോയി കഴിഞ്ഞാൽ x². 2x/3 നിന്ന് 3 പോയല്ലോ. 2x നിന്ന് 3 പോയല്ലോ. 2x നിന്ന് 3 പോയി കഴിഞ്ഞാൽ 2/3x. 1 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 1/3. വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. 3 × x² 3x². 3 × 2/3 എന്ന് പറയുമ്പോൾ 3 ഉം 3 ഉം വെട്ടിപ്പോയാൽ 2x. 3 × 1/3 1. ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ 5/6 ഇൻറ്റു ലോഗ് 3x² plus 2x plus 1 minus 11 ഇവിടെയുള്ള ഈ 1/3 നമുക്ക് പുറത്തോട്ട് എടുക്കാമല്ലോ. 1/3 പുറത്തിടാം. ഇപ്പോൾ ഇവിടെ 3 × 3 9 ആവും. 11/9 ഇൻറ്റു ഇൻ്റഗ്രൽ 1/. സ്റ്റെപ്പ് കുറയ്ക്കുകയാണേ. ഇത് x² വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. x² വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ആദ്യം തന്നെ നമ്മൾ x എഴുതുന്നു. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് +2/3 ആണ്. +2/3യുടെ ഹാഫ് എടുത്താൽ ഹാഫ് ഓഫ് 2/3 അല്ലേ. ഹാഫ് ഓഫ് 1/2 ഇൻറ്റു 2/3. 1/2 ഇൻറ്റു 2/3 1/3. എക്സ് എഴുതുക. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുക. ഓൾ സ്ക്വയർ എഴുതി. നമുക്ക് കോൺസ്റ്റൻ്റ് 1/3 ആണ് വേണ്ടത്. പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്താൽ 1/9 ആണ് വരാം ലാസ്റ്റ്. 1/3 സ്ക്വയർ 1/9 ആ. ആ 1/9 വെട്ടിപ്പോവാൻ വേണ്ടി -1/9 എഴുതി ചേർത്തു. 1/9 -1/9 വെട്ടിപ്പോയിക്കോളുമല്ലോ. ഇപ്പോൾ ഇവിടെ ആരുമില്ല. നമുക്ക് വേണ്ട ആൾ 1/3 ആണ്. അത് എഴുതി ചേർക്കാം. dx. ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 5/6 ഇൻറ്റു ലോഗ് 3x² plus 2x plus 1 minus 11/9 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ x plus 1/3 ഹോൾ സ്ക്വയർ. ഈ -1/9 1/3 ആഡ് ചെയ്താൽ എന്ത് വരും? -1/9 1/3 ആഡ് ചെയ്യുക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അറിയാമല്ലോ എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്നുള്ള കാര്യം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളെന്ന് വെച്ചാൽ എവിടെയെങ്കിലും റഫായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 2/9 കിട്ടും. ശരിയല്ലേ? -1/9 1/3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/9 വരും. 2/9 ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. 2/9 നമുക്ക് √2/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും തെറ്റിയില്ലല്ലോ. ചെക്ക് ചെയ്ത് നോക്കിയേ. √2/3 സ്ക്വയർ ചെയ്യുമ്പോൾ √2ൻ്റെ സ്ക്വയർ 2 തന്നെയാണ്. 2 ആണ്. 3യുടെ സ്ക്വയർ 9 ആണ്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കുറച്ചതാണ്.
നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 2 സ്റ്റെപ്പിൽ ഫൈനൽ ആൻസർ റെഡിയാണ്. ഇത് ഏത് ഫോമാണെന്ന് മനസ്സിലായോ? ഇൻ്റഗ്രൽ 1/x² + a². റൂട്ടില്ല, മറക്കരുത്. റൂട്ട് വന്ന വേറെ ഫോർമുലയാണ്. 1/x² + a². ഏത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണെന്ന് ഓർമ്മയുണ്ടോ? ഞാനിവിടെ എഴുതാം. ഇൻ്റഗ്രൽ 1/x² + a² dx. ഇതിൻ്റെ ഫോർമുല എന്തായിരുന്നു ഓർമ്മയുണ്ടോ? 1/a tan ഇൻവേഴ്സ് x/a + c ആണ് ഇതിൻ്റെ ഫോർമുല. കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ. എക്സ് വരുന്നതിന് പകരം x+1/3 വന്നിട്ടുണ്ട് അല്ലേ? എക്സ് വരുന്നതിന് പകരം x+1/3 വന്നു. എ വരുന്നതിന് പകരം √2/3 വന്നു. അത് സാരില്ലല്ലോ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടേം അതേപോലെ തന്നെ ഇരിക്കട്ടെ. 5/6 log 3x² + 2x + 1 - 11/9 ഈ ഫോർമുല ഉപയോഗിക്കുകയാണ്. 1/a tan ഇൻവേഴ്സ് x/a. 1/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എ എന്ന് പറഞ്ഞാൽ √2/3. tan ഇൻവേഴ്സ് x/a. എക്സിൻ്റെ സ്ഥാനത്ത് x+1/3 ബൈ എയുടെ സ്ഥാനത്ത് √2/3. x/a എന്നാണല്ലോ. എയുടെ സ്ഥാനത്ത് √2/3 + c. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഫൈനൽ ആൻസറായി. 5/6 log 3x² + 2x + 1 മൈനസ്, ഇതറിയാമല്ലോ, ഈ 3 മുകളിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഈ താഴെയുള്ള 3 മുകളിലോട്ട് പോയിട്ട് ആ 3യും 9 വെട്ടിപ്പോവും. ആ സ്റ്റെപ്പ് ഞാനിവിടെ കാണിക്കണില്ല, നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ. 11/3 √2 tan ഇൻവേഴ്സ്, ഇവിടെ /3, ഇവിടെയും /3. ആ സ്റ്റെപ്പ് ഞാനിവിടെ കാണിക്കണില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെയുള്ള 3 വെട്ടിക്കളയാൻ പറ്റും. സ്റ്റെപ്പ് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. പക്ഷെ നിങ്ങളൊന്ന് എഴുതി നോക്കണേ. 3x + 1 / √2 + c. ഇതാണ് ആൻസർ.